ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ സാധാരണയായിട്ട് ബീഫൊക്കെ നല്ല തേങ്ങാക്കൊത്തൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പുരട്ടി എടുക്കാറുണ്ടല്ലോ, ഒന്ന് ഫ്രൈ ചെയ്ത്. അതേ രീതിയിൽ നിങ്ങൾ ചിക്കൻ പുരട്ടി എടുത്തിട്ടുണ്ടോ? നല്ല ടേസ്റ്റ് ആയ രീതിയിൽ ചിക്കൻ ഒന്ന് പുരട്ടി എടുത്ത തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഇതാ കണ്ടോ. ഞാൻ സാധാരണയായിട്ട് ചിക്കൻ അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. ചിലപ്പോൾ ഫ്രൈ ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു കഷ്ണം വല്ലതും ഒന്ന് കഴിക്കും, അത്രേ ഉള്ളൂ. എനിക്ക് വലിയ പ്രിയയില്ല ചിക്കനോട്. പക്ഷെ ഇത് ഞാൻ ഈ രീതിയിൽ എടുത്തപ്പോണ്ടല്ലോ, അത് തന്നെയായിട്ട് ഞാൻ കുറച്ചെടുത്ത് അങ്ങ് കഴിച്ചു. ആദ്യം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അതേ രീതിയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഏകദേശം 1.25 കിലോ ചിക്കൻ ഉണ്ട്. എല്ലോട് കൂടിയുള്ള ചിക്കനാണ് ഇതിന് നല്ലത് കേട്ടോ, കുറച്ച് ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ട് ഞാൻ എല്ല് ഭാഗം ഒക്കെ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 സ്പൂണ് മുളക് പൊടി ഇടണേ. കുറച്ച് നാടിനായതുകൊണ്ട് അല്പം എരി വേണം. 2 സ്പൂണോളം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 2 തണ്ട് കറിവേപ്പില, കുറച്ച് വെളിച്ചെണ്ണ. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊരു അരമണിക്കൂറെങ്കിലും വെച്ചേക്കണം കേട്ടോ. അരമണിക്കൂറിൽ കുറവായി പോവല്ലേ, അത് കൂടുതൽ സമയം വെച്ചാലും നല്ലതാണ്. ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. കുറച്ച് തേങ്ങാക്കൊത്താണ്, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വെച്ചതാണ്. കുറച്ച് സമയമായി ഇതിങ്ങനെ വെച്ചിട്ട്. അപ്പൊ തേങ്ങയിലൊന്ന് പിടിച്ചു കിട്ടും. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിലേക്ക് ഞാനൊരു 1.5 കപ്പ് ചെറിയുള്ളി ഉണ്ടായിരുന്നു, നടുവേ പൊളത്തിയത്, അതുകൂടി ഇട്ടിട്ടുണ്ട്. തേങ്ങ ഒരു പകുതി ഫ്രൈ ആയതേ ഉള്ളായിരുന്നു. അതിലേക്ക് അല്പം ഉപ്പൂടെ ചേർക്കുവാണ്, ഉള്ളി ഒന്ന് വഴന്ന് കിട്ടാൻ. ഇതിനെ നല്ലതുപോലെ ഒന്ന് കഴിക്കണം. ഉള്ളി ഇത്ര മൂത്ത് കിട്ടിയാൽ മതിയെ. ഇത് വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ കോരുവാൻ. അതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. ചിക്കൻ പുരട്ടി എടുക്കുന്നതിന് എപ്പോഴും വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കുവാണ്, പെരിഞ്ചീരകം. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞെടുത്തത്, കുറച്ച് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞെടുത്ത്, ഒരു പച്ചമുളക് കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത്. ഇതൊന്ന് പച്ചമണമൊക്കെ മാറി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഒരു സവാള ചെറുതായിട്ട് നീളത്തിലരിഞ്ഞതാണ്. കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുത്തു. ഒരു 2 തണ്ട് കറിവേപ്പില. ഇതുപോലെയുള്ള നാടൻ വിഭവങ്ങൾക്കൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒക്കെ മസ്റ്റാണ് കേട്ടോ. മറ്റു ഓയിൽ വെക്കുന്നതിലും നല്ലത് വെളിച്ചെണ്ണ തന്നെ. ഞാനിപ്പോ ഫ്ലെയിം കൂട്ടി വെച്ചാണ് വറക്കുന്നത്. കരിയൊന്ന് മൂത്ത് വരുന്ന പോലെ വരണം, വഴറ്റുവല്ല ചെയ്യേണ്ടത്. ഫ്ലെയിം കുറച്ച് വെച്ചാല് പയ്യെ വഴന്നു വരത്തുള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി വീണ്ടും ചേർക്കുവാണ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മസാല തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ നല്ലതുപോലെ ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യണം. ഫ്ലെയിം കുറച്ച് വെക്കല്ലേ. ഫ്ലെയിം കുറച്ച് വെച്ചാലേ ചിക്കനുള്ള വെള്ളമെല്ലാം ഇറങ്ങിയിട്ടേ ഉള്ളൂ. നമുക്കിതിന്റെ ഈ മസാല ഒന്ന് മൂത്ത് കിട്ടണം, അതിനുവേണ്ടിയാണ് ഫ്ലെയിം കൂട്ടി വെക്കുന്നത്. മസാലയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇതിനെ ഒന്ന് തുറന്നു നോക്കാം. ചിക്കന്റെ വെള്ളമെല്ലാം ഇറങ്ങി അതെല്ലാം പറ്റി വന്നേ. എണ്ണയൊക്കെ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മള് ആദ്യം വഴറ്റി വെച്ച ഉള്ളിയും തേങ്ങാക്കൊത്തും കൂടെ അതുകൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുവാണ്. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കാം. ഫ്ലെയിം കുറച്ച് തന്നെ വെക്കണേ. ചെറിയുള്ളിയും തേങ്ങായും ഒക്കെ ഇതിന്റെ കൂടെ ശരിയായിട്ട് കിടന്ന് ഒന്നുകൂടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം അല്പം കൂട്ടി വെക്കാം. ഇതുപോലെ ശരിക്കും ഒന്ന് ഇളക്കി മസാലയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണേ.
മസാലയൊക്കെ നല്ലതുപോലെ മൂത്ത ഒരു മണം വരുന്നുണ്ട്. ഇനി ഒരു 2-3 തണ്ട് കറിവേപ്പില ഇങ്ങനെ ഇടുവാണ്. ലാസ്റ്റിൽ ഇച്ചിരി കറിവേപ്പില ഇട്ട് കഴിയുമ്പോണ്ടല്ലോ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സാധാരണ ചിക്കനൊന്നും അങ്ങനെ കഴിക്കാറുള്ളതല്ല. അപ്പൊ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഇതേ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നതിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.